Hey guys, welcome to Dairy Talk. Today is the day. Today is the day. Amburan, Lucifer 2, L2. നമ്മളെല്ലാം ഈ ദിവസത്തിന് വെയിറ്റ് ചെയ്യായിരുന്നു. 2 weeks ഫുൾ ഒടുക്കത്തെ പ്രൊമോഷൻ. ഹൈപ്പ് എന്ന് പറഞ്ഞ സാധനം നെക്സ്റ്റ് ലെവലിലോട്ട് എത്തുന്നുണ്ട്. ലൈക്ക് പാൻ ഇന്ത്യ ആണ്, ബിഗ് ബഡ്ജറ്റ് മൂവി ആണ്, പിന്നെ കുറെ ക്യാമിയോ റോൾസ് വരുന്നുണ്ട്, കുറെ റൂമേഴ്സും ഹൈപ്പും എല്ലാം നല്ലോണം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ക്രിയേറ്റ് ചെയ്ത് ഞാൻ ഇന്ന് പോയി പടം കണ്ടു. പടം സ്റ്റാർട്ട്സ് വിത്ത് എ റിയലി ഗുഡ് സിനിമാറ്റോഗ്രാഫി ആൻഡ് ഗുഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഗുഡ് ആക്ടിങ്, ഗുഡ് എവറിത്തിങ്. ഇറ്റ്സ് എ നോർത്ത് ഇന്ത്യൻ സിനാരിയോ. So it starts with a really good, nice build-up. നല്ല ക്യൂരിയോസിറ്റി ഉണ്ട് കേട്ടോ. We are going to think that this padam is going to break. It's going to be massive. അങ്ങനത്തെ ഒരു ക്യൂരിയോസിറ്റി വെച്ചിട്ട് സ്റ്റാർട്ടിങ് വാസ് അമേസിങ്. എവറിത്തിങ് ഹിറ്റ് വെൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് they are trying to set the story up. സ്റ്റോറി സെറ്റ് ചെയ്തു. ഓക്കെ, ഇറ്റ്സ് എ ലാഗ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. The one and only the man himself, മോഹൻലാലിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഖുറേഷി അബ്രഹാമിന് വെയിറ്റ് ചെയ്യാണ്. ഖുറേഷി അബ്രഹാം വന്നു. ഒരു ഫീലും ഇല്ല. അതാണ് പറ്റി. ലൈക്ക് ഹിസ് എൻട്രി ഇസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദ മൂവി, ബട്ട് ഹിസ് എൻട്രി വാസ് വെരി ലാക്കിംഗ്. ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു എൻട്രിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതില് BGM വാസ് വെരി ബാഡ്. ഇറ്റ് ഡിഡ്ന്റ് ഹിറ്റ് മീ. എനിക്ക് ഐ ഡോണ്ട് നോ അബൌട്ട് others, but it didn't hit me. And even the entry നമ്മൾ ട്രെയിലറിൽ കണ്ട എൻട്രി പോലെ തന്നെയാണ് ഈ എൻട്രി. ലൈക്ക് അത്രയും വലിയ ഇതൊന്നും ഇല്ല. ലൈക്ക് ഒരു ഇമ്പാക്ട് ഇല്ല, എൻട്രി ഇമ്പാക്ട് ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ ഇതിനൊരു ഇമ്പാക്ട് ഇല്ല, പിന്നെ എവിടെ നിന്ന് ഇമ്പാക്ട് വരാൻ പോകുന്നത്. അപ്പൊ എന്നാലും ഞാൻ പ്രതീക്ഷ വിട്ടില്ല. ഞാൻ വിചാരിച്ചു ഓക്കെ പ്രശ്നമില്ല, സ്ക്രിപ്റ്റ് കൂട്ടായിരിക്കും, സ്ക്രിപ്റ്റ് കൂട്ടായിരിക്കും. എനിക്ക് സ്ക്രിപ്റ്റ് മെയിൻ ആണ്, സ്ക്രിപ്റ്റ് ഇല്ലാതെ ഒന്നുമില്ല. സ്ക്രിപ്റ്റ് കിട്ടാം. പോയി സ്ക്രിപ്റ്റ് കണ്ട് കഴിഞ്ഞു. 2 ലൈനിൽ സ്ക്രിപ്റ്റ് തീരും. സ്ക്രിപ്റ്റിന് ഒരു സ്ട്രെങ്ത് ഇല്ല. പുഷ്പ 1 സക്സസ്ഫുൾ ആയി, അപ്പോൾ പുഷ്പ 2 ഇറക്കിയിട്ട് ഫ്ലോപ്പ് ആയില്ല. അങ്ങനത്തെ ഒരു രീതിയായി മാറിയിട്ടുണ്ട് ഇത്. സത്യം പറഞ്ഞാൽ ബേസിക്കലി അങ്ങനെയാണ്. ഒരു സ്ട്രോങ് ഹോൾഡ് ഇല്ല. പിന്നെ മോഹൻലാലിന്റെ മെയിൻ ഷോർട്സ്, നമ്മൾ ട്രെയിലറിൽ കണ്ട മെയിൻ ഷോർട്സ് ഒക്കെ ഉള്ളൂ മോഹൻലാലിന്റെ ഈ ഫിലിമില്. മെയിൻ ഷോർട്സ് അതിൽ ഒരു ഇറ്റ് വാസ് നോട്ട് ഹിറ്റിംഗ് ദ സ്പോട്ട്. എസ്പെഷ്യലി ആ ഡോൺ ഖുറേഷി അബ്രഹാമിന്റെ ഫീൽ കിട്ടുന്നുണ്ടായിരുന്നു. ആ മോഹൻലാൽ ആ റോളിന് പ്രോപ്പർ ജസ്റ്റിസോ എനിക്കറിയില്ല. ചിലപ്പോൾ മോഹൻലാൽ ആ റോളിന് പറ്റില്ലായിരിക്കും. എന്തോ ഒരു കണക്ടിവിറ്റി പ്രശ്നം ഉണ്ടായിരുന്നു ആ റോളില്. പടത്തിലെല്ലാം അവർ മാസ് ക്രിയേറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. മാസ് ക്രിയേറ്റ് ചെയ്ത് ഓഡിയൻസിനെ എന്റർടൈൻ ചെയ്യുക. അവർ കുറെ മാസ് ട്രൈ ചെയ്തു ഇതില്, പക്ഷെ ഒന്നും എനിക്ക് ക്ലിക്കായില്ല. ത്രൂ ഔട്ട് ദ മൂവി 2 ഹൈസ് ഉണ്ടായിരുന്നു, പിന്നെ ഫുൾ ഞാൻ നിലത്താണ്, ഫുൾ ലോ. 2 ഹൈയേ ഉള്ളായിരുന്നു. ആ 2 ഹൈ ആണ് സെക്കൻഡ് എൻട്രി, മോഹൻലാലിന്റെ സെക്കൻഡ് എൻട്രി. ആ എൻട്രി ആണ് ഒരു ഹൈ ഉള്ളായിരുന്നു. മോഹൻലാലും പൃഥ്വിരാജും ഒരുമിച്ച് വന്ന ഒരു സീനുണ്ട്. ആ സീൻ ഒരു ഹൈ തന്നായിരുന്നു. അതല്ലാതെ ഈ ഫിലിം ഫുള്ളി ലോ ആണ്. എനിക്ക് ഫുള്ളി ലോ ആണ്. ഒരു ക്യൂരിയോസിറ്റിയോ നമുക്ക് എന്താ അടുത്ത് നടക്കാൻ പോകുന്നത് നമുക്ക് തന്നെ പ്രൊഡിക്ട് ചെയ്യാൻ പറ്റും. ഒട്ടും സാറ്റിസ്ഫാക്ഷൻ ഇല്ലായിരുന്നു. ലൂസിഫർ 1 സക്സസ്ഫുൾ ആയതുകൊണ്ട് ലൂസിഫർ 2 എങ്ങനെയെങ്കിലും ഉണ്ടാക്കി 3 നമുക്ക് പൊളിക്കാന്ന് വെച്ചായിരിക്കും. പീനോ, മഞ്ജു വാര്യർ ഇവരൊക്കെ ഒരു ആവറേജ് വൈബാണ്. ലൈക്ക് അത്രയും ഒന്നും പറയാനില്ല. ലൈക്ക് നിങ്ങൾ മൂവി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓർ മേ ബി നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ എനിക്കറിയില്ല. നിങ്ങൾ കട്ട ഒരു മോഹൻലാൽ ഫാൻ ആണെങ്കിൽ എന്റർടൈൻ ഫുള്ള് ഒരു 2-3 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ പടം ഒന്ന് ലുക്ക് ബാക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ പടത്തിൽ നമ്മൾ എന്താ കണ്ടത്. അത്രേ ഉള്ളൂ. കാരണം ആകെ 2 ലൈനിന്റെ സ്ക്രിപ്റ്റേ ഉള്ളൂ ഇതില്. 2 ലൈനിൽ തീരാൻ പറ്റുന്ന ഒരു സ്ക്രിപ്റ്റ്. ആൻഡ് ഇത്രയും ലെങ്ത് ആക്ച്വലി മൂവി ഭയങ്കര ലാഗ് ആയിരുന്നു. ലൈക്ക് ഇറ്റ് വാസ് ടു ലോങ്. ഇവർക്ക് കുഞ്ഞു കഥയാണ് ഇത്. ലൈക്ക് ഇറ്റ്സ് വെരി സ്മോൾ കഥ, ബട്ട് ദേ മേഡ് ഇറ്റ് ലൈക്ക് വെരി വെരി ലോങ്. പൃഥ്വിരാജ്, hats off to you because he did a great job in promoting and the look of this movie. Hype marketing, ലൈക്ക് നമ്മളെല്ലാം ഭയങ്കര ഹൈപ്പാക്കി. ലൈക്ക് ഭയങ്കര ഹൈപ്പാക്കി, ഭയങ്കര നമുക്ക് ഫോം അടിക്കും ഇത് കണ്ടില്ലെങ്കിൽ സീനാവും. And especially the looks, മോഹൻലാലിന്റെ ലുക്കും really worked in marketing before watching the movie. So that's why we all wanted to watch the movie. നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ ലൈക്ക് എക്സ്പെക്ടിങ് ലൈക്ക് ക്രേസി ആവുമ്പോഴാണ് ലൈക്ക് ഒരു പാൻ ഇന്ത്യ KGF അങ്ങനത്തെ ഒക്കെ ഒരു വൈബ് ആവാൻ സാധ്യതയുണ്ട്. അതൊക്കെ എക്സ്പെക്ട് ചെയ്ത് പോയിട്ടാണ് ഇത് കണ്ടത്. Prithviraj did some good job here and there, but where was Lucifer? Lucifer is crazy. Like Lucifer was the ഫ്രഷ് ബേബി അങ്ങനത്തെ സംഭവം. ലൈക്ക് ഇതാണെങ്കിൽ ഇതിനെ അങ്ങ് ചുമ്മാ ഇട്ട് ആട്ടി, ലൈക്ക് ഭയങ്കര ഇച്ചിരി കളർ കോട്ട് ചെയ്തിട്ട് ആട്ടിയെന്നോ അല്ലാതെ രാജിന് ചെയ്യാൻ പറ്റിയ ഹിസ് ഡ്രീംസ് ആൻഡ് വിഷൻസ് എല്ലാം ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഇത് എങ്ങനെ നമുക്ക് ഹോളിവുഡ് ആക്കാം അങ്ങനത്തെ എല്ലാം ചെയ്തിട്ടുണ്ട്. ഹോളിവുഡ് മാത്രമല്ല ബോളിവുഡ് ചെയ്യുന്ന സെയിം സാധനമാണ് ഇതൊക്കെ. ബോളിവുഡിന്റെ എല്ലാം ഹൈ ബഡ്ജറ്റ് ആണ്. ഇത് നമുക്ക് ഫസ്റ്റ് ടൈം ഒരു നല്ല ബഡ്ജറ്റ് ഇച്ചോടെ ഹൈ ആക്കി.
അപ്പോൾ ചെയ്യാൻ പറ്റുന്ന എല്ലാം പൃഥ്വിരാജ് ചെയ്തിട്ടുണ്ട്. ബട്ട് മെയിൻ തിങ് സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റിൽ അത് എന്ത് ചെയ്യാണ്. പിന്നെ ഇവർ കണക്ട് ചെയ്യാൻ നോക്കുമ്പോൾ ഒന്നും കണക്ട് ആവുന്നില്ല. ലൈക്ക് total disappointment, no satisfaction, zero satisfaction. But I am just trying to console myself by telling that ലൂസിഫറിന് കിട്ടാത്ത സക്സസ് ആണ് ഇതിന് കിട്ടാൻ പോകുന്നത്. ലൈക്ക് L2 കിട്ടുന്ന സക്സസ് ഇസ് നെക്സ്റ്റ് ലെവൽ ഇൻ ടേംസ് ഓഫ് ബോക്സ് ഓഫീസ് കളക്ഷൻ. ഈവൻ പൃഥ്വിരാജ് പറയുന്നുണ്ടായിരുന്നു കുറെ ഇന്റർവ്യൂവിൽ, എൻഡ് ഓഫ് ദി ഡേ ബോക്സ് ഓഫീസ് സക്സസ്ഫുൾ ആണെങ്കിൽ അതൊരു സക്സസ് ആണ്. ലൂസിഫറിന് പൈസ കൊടുത്തെന്ന് പറഞ്ഞാൽ മതി. ലൂസിഫറിന് വേണ്ടി ഞാൻ ഈ പടം കണ്ടു. ദിസ് വാസ് സച്ച് എ ഡിസപ്പോയിന്റ്മെന്റ് ആൻഡ് ഗുഡ് ജോബ്, ദേ റിയലി പുൾഡ് ഇറ്റ് ഓഫ് ഇൻ മാർക്കറ്റിംഗ്. ലൈക്ക് നല്ല ഹൈപ്പ് കൊടുത്തിട്ടുണ്ട്. എല്ലാവരെയും നിങ്ങൾ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫോം അടിക്കുമെന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും പോയി കാണുന്നത്. അതുകൊണ്ടാണ് ഇത് ബോക്സ് ഓഫീസിൽ കില്ലർ ആവാൻ പോകുന്നത്. ബട്ട് ഒരാഴ്ചയില് ഇത് ഡ്രോപ്പ് ആയിരിക്കും. എല്ലാവർക്കും ആ റിയലൈസേഷൻ വന്നു, ഇതെന്താ കണ്ട് ലൈക്ക് ഒരു സ്ക്രിപ്റ്റിലല്ലോ ഒരു കഥയില്ലല്ലോ. സ്റ്റാർട്ടിങ് നല്ലൊരു ഹൈലോ പോയത്, ലൈക്ക് ക്യൂരിയോസിറ്റി ഒക്കെ കൂടിയിരിക്കുകയാണ്. പക്ഷെ ഫുൾ പിന്നെ ലോ, പിന്നെ ആകെ 2 ഹൈ എനിക്ക് തോന്നിയുള്ളൂ. പിന്നെ എന്തൊക്കെയായിരുന്നു ആമിർ ഖാന്, മമ്മൂട്ടി. ബ്രോ, that is the most comediest part. In the end, who it is, you will be like, അതും ഇവർ ആക്ച്വലി മാർക്കറ്റിംഗിന് ഉപയോഗിച്ചതാ. ഫോട്ടോ ഇട്ടിട്ട് ആമിർ ഖാനാണ്, ഇതാളാണ്, അയാളാണ്, നമ്മളൊക്കെ റൂമർ ഉണ്ടാക്കി. അവര് റൂമർ ഉണ്ടാക്കാൻ വേണ്ടി ഇട്ടു. അതൊക്കെ ഇട്ടിട്ട് ലാസ്റ്റ് ഇയാളെ കാണുമ്പോൾ ഡ്രാഗൻ ആളെ കാണുമ്പോൾ പുഷ്പ ഉണ്ടാക്കി. പുഷ്പ 1 ക്രേസി ഹിറ്റായി. പുഷ്പ 1 വാസ് റിയലി ഗുഡ് മൂവി. ജസ്റ്റ് ലൈക്ക് ദിസ് ലൂസിഫർ, ക്രേസി അമേസിംഗ് മൂവി. ബട്ട് അവർക്ക് അത്രയും ബോക്സ് ഓഫീസ് കളക്ഷൻ കിട്ടിയില്ല. അത് അവർക്ക് ഇതിൽ നിന്ന് കിട്ടിക്കോളും. ഇൻ ദി എൻഡ് ബോക്സ് ഓഫീസിൽ നല്ല പൈസ കിട്ടിയിട്ടുണ്ട്. പടം നല്ലോണം പൈസ ഉണ്ടാകും. ഇവൻച്വലി ഇത് ഡൗൺ ആയിക്കോളും. ഇപ്പോൾ എല്ലാരും പോയി കാണുക. അവര് സക്സസ്ഫുള്ളി നമ്മളെ എല്ലാരെയും പറ്റിച്ചു എന്ന് പറയാൻ പറ്റില്ല. ബട്ട് ഇറ്റ്സ് ഹൗ ഇറ്റ് വർക്ക്സ്, യുനോ. ലൈക്ക് അങ്ങനെയാണ്. ലൈക്ക് ആൾക്കാർ നമ്മളെ ഹൈപ്പ് ചെയ്തിട്ട് നമ്മൾ ആ ഫോമുല പോയി കാണും. ആൻഡ് വിൽ ബി വെരി എക്സൈറ്റഡ്. കാരണം വി ആർ എക്സ്പെക്ടിങ് ലൈക്ക് ക്രേസി ലെവൽ സംഭവം നടക്കാൻ പോകുന്നത്. ബട്ട് മൂവി ക്യാൻ ബി ഡിസപ്പോയിന്റിങ്. സോ നിങ്ങൾ പോയി കാണുക കേട്ടോ. നിങ്ങൾ കണ്ടിരിക്കണം.